ഗംഭീര മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പനതടി എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിലാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര, അല്ലെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് റാണിപുരത്തേക്കാണ്. കാസർഗോഡ് ജില്ലയിലെ റാണിപുരം. ഇപ്പോൾ സമയം 6:15 കഴിഞ്ഞു. ഇതാണ് പനതടിയിൽ നിന്ന് റാണിപുരത്തേക്ക് പോകാനുള്ള റോഡ്. ബൈക്കിൽ വരാത്തവർക്ക് ശരിക്കും റാണിപുരത്തേക്ക് എത്താൻ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം 9 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് റാണിപുരം വരെ നടക്കാൻ. പിന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഷെയർ ഓട്ടോ അല്ലെങ്കിൽ ഷെയർ ജീപ്പ് അങ്ങനെയാണ്. പക്ഷേ ഒറ്റയ്ക്ക് വരുന്ന ഒരാൾക്ക് എങ്ങനെ പോയാലും അത് നല്ലൊരു ചിലവ് തന്നെയാണ്. ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ് യാത്ര. അപ്പോൾ ഇവിടുന്ന് 9 കിലോമീറ്റർ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് നടക്കാം. ബാക്കി വിശേഷങ്ങൾ വഴിയേ പറയാം. ഇന്ന് പുലർച്ചെ 4:30 കാഞ്ഞങ്ങാട് എത്തി ഞാൻ. അതിനുശേഷം 4:30 കാഞ്ഞങ്ങാട് നിന്ന് പനതടിയിലേക്ക് ബസ് കയറി. KSRTC ആണ് ബസ് കിട്ടിയത്. 85 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 1.5 മണിക്കൂറിൻ്റെ യാത്ര. പിന്നെ തൃശ്ശൂരിൽ നിന്ന് റാണിപുരത്തേക്ക് വരുന്ന ആൾക്കാരോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ കൂടുതലും ട്രെയിൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ KSRTCയിലാണെങ്കിൽ 8 മണിക്കൂറിൻ്റെ യാത്ര 391 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 8 മണിക്കൂർ KSRTCയിൽ ഒരേ ഇരിപ്പെന്ന് പറഞ്ഞാൽ ശരിക്കും മടുക്കും നമുക്ക്. പിന്നെ അതുമാത്രമല്ല, കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ ഫ്രഷ് ആവാനുള്ള സൗകര്യം കുറവാണ്. അപ്പോൾ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ തന്നെയാണ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനും. അവിടെ ഫ്രഷായിട്ട് നമുക്ക് സുഖമായിട്ട് നമുക്ക് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നടക്കുകയാണ്. വണ്ടി കാത്തുന്നില്ല. വണ്ടി കുറച്ച് നേരം കാത്തു നിന്നു. വണ്ടി കിട്ടാണ്ടപ്പോൾ നടക്കുകയാണ്. 9 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞത്. റോഡൊന്നും വലിയ സീനില്ല. കണ്ടില്ലേ, റോഡൊക്കെ അടിപൊളി റോഡാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് നടക്കുകയാണ്. 8 മണിക്ക് ഓപ്പൺ ആവും. അപ്പോൾ ഇപ്പോൾ സമയം 6:30 ആയിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 1.5 മണിക്കൂറുണ്ട്. അപ്പോൾ ആ ഒരു മൂഡിൽ പിന്നെ ഈ സമയം ആയതുകൊണ്ട് നടക്കാനും വലിയ കുഴപ്പമില്ല. ചെറിയൊരു കഥപ്പുണ്ട്, എന്നാലും വലിയ സീനില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയാക്കണം. അത് ഓടേട്ടാ, കണ്ടില്ലേ, കൂടുതലും റബ്ബറാണ് ഇവിടെ. 2 സൈഡും കണ്ടില്ലേ, 2 സൈഡിൽ നിന്ന് റബ്ബറാണ്. കോടമഞ്ഞ് നിൽക്കണ നോക്കി. അയ്യോ, എന്ത് രസല്ലേ. ഇപ്പോൾ മൊത്തത്തിലുള്ള റേഞ്ച് മാറിയിട്ടാ. കണ്ടില്ലേ, ഇപ്പോൾ മൊത്തം 2 സൈഡും കാടാ. നല്ല രസമുണ്ട് വഴികൾ കാണാൻ തന്നെ. ഇഷ്ടംപോലെ ആൾക്കാർ പോയിട്ടുണ്ട് കേട്ടോ. കാറിലായാലും ബൈക്കിലായാലും ഇഷ്ടംപോലെ ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പോൾ ചെക്ക് പോസ്റ്റ് തുറന്നു. എല്ലാ വണ്ടികളും കയറി തുടങ്ങി. ഇതാണ് അവസാനത്തെ ഹോട്ടൽ കേട്ടോ, അന്നാസ്. ഇത് കഴിഞ്ഞാൽ ഇനി ഹോട്ടലില്ല. ഇനി കുറച്ചുകൂടി കയറാണ്ട് അത് മുകളിലെത്തിയിട്ട് കൂടുതൽ വിശേഷങ്ങൾ കാണാം. ബൈക്കൊക്കെ ഇവിടെ താഴത്തെ പാർക്ക് ചെയ്യുക. ഇനി ഇത് ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ ഇവിടുന്ന് മുകളിലേക്ക് പോകണം. ഇവിടെ ചെറിയൊരു കടയുണ്ട്. വെള്ളം, ബക്കറ്റിൽ നെല്ലിക്കയൊക്കെ ഉണ്ട്. വെള്ളം മേടിച്ചുകൊണ്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് വെള്ളം മേടിച്ചുകൊണ്ട് പോകണം. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ക്യൂവാ. ആധാർ കാർഡ് കാണിച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ കയറി തുടങ്ങി. ടിക്കറ്റ് എടുത്തു. 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. ക്യാമറ ഉണ്ടെങ്കിൽ എക്സ്ട്രാ 50 രൂപ കൂടി കാണും. പിന്നെ ബൈക്കിനും കാറിനൊക്കെ എക്സ്ട്രാ പാർക്കിംഗ് ഫീ മേടിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുപോകാൻ പാടില്ല. പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും മുകളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ അതെ, നടന്നു തുടങ്ങി. സ്റ്റാർട്ടിങ് തന്നെ കുത്തിനുള്ള കയറ്റാണ്. സൈഡിലൊക്കെ പിടിച്ച് കയറാനുള്ള വെച്ചിട്ടുണ്ട്. ബാക്കി കാഴ്ചകൾ വഴിയെ കാണാം.
ഫുള്ള് കാടാ. സ്റ്റാർട്ടിങ് തന്നെ കാട്ടിലൂടെ യാത്ര. ഫോറസ്റ്റ് കഴിഞ്ഞു കേട്ടോ. കാടിൻ്റെ ഉള്ളിലൂടെ യാത്ര കഴിഞ്ഞു. ഇനി മൊത്തം മൊട്ടക്കുന്ന. മൊട്ടക്കുന്ന് കഴിഞ്ഞു. വീണ്ടും ഇതേ ഫോറസ്റ്റിനുള്ളിലേക്കാണ്. ഇത് എന്താ പറയുക, തിരുവനന്തപുരത്ത് തന്നെ അഗസ്ത്യമല അത് ഏറെക്കുറെ ഇങ്ങനെയാണ്. ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ ആദ്യം, അത് കഴിഞ്ഞിട്ട് മൊട്ടക്കുന്നിലൂടെ, അതിൻ്റെ വീണ്ടും ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ. അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. സമയം 8:28. തുടങ്ങിയിട്ട് മാക്സിമം ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ ടോപ്പിൽ എത്ര സമയം എത്രയെന്ന് നമുക്ക് നോക്കണം കേട്ടോ. താഴത്തുനിന്ന് പറഞ്ഞത് മാക്സിമം 1 മണിക്കൂർ 1.5 മണിക്കൂർ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. 1.25 മണിക്കൂറോളം മാക്സിമം നടക്കേണ്ടി വരുന്ന പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം ദൂരമുണ്ട്, എത്രത്തോളം മണിക്കൂർ പിടിക്കുമെന്ന് നമുക്ക് നോക്കാം. വീണ്ടും മൊട്ടക്കുന്ന് മാറി ഫോറസ്റ്റിനുള്ളിൽ കയറിയിട്ടാ. നല്ല തണുപ്പുണ്ട്, ഓട ഇറങ്ങുന്നുണ്ട് കേട്ടോ. സമയം 1 മിനിറ്റ് നോക്കിയോട്ടോ, 8:41 കേട്ടോ. കഥച്ചുടങ്ങി. പക്ഷേ എൻ്റെ കഥപ്പിന് ഇവിടെ വിലയുണ്ട്. കാരണം ഇവിടെ കയറുന്ന ഓരോരുത്തരും ഏറ്റവും അടിയുന്ന ഒരിക്കലും കയറിയിട്ടില്ലേ. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് കയറിയിട്ടെ ഞാൻ അടിയിൽ നിന്ന് കയറി വന്നതാണ്. അപ്പോൾ ഇവിടെ എൻ്റെ കഥപ്പിന് തന്നെ വില. ശരിക്കുള്ള ട്രക്കിംഗ് ആയിട്ടില്ല. നോക്കിയാ ഇനിയാണ് ശരിക്കുള്ള ട്രക്കിംഗ് ആവാൻ പോണേ. നോക്കി കുട വരുന്നുണ്ട്. ബാക്കിൻ്റെ നമുക്ക് മുകളിലെത്തിയാൽ കുട കിട്ടും. നമുക്ക് വേണമെങ്കിൽ അതിങ്ങനെ കയറിയിട്ട് ഈ മലയുടെ ടോപ്പ് കണ്ടിട്ട് ആ മലയുടെ ബാക്കിലൂടെ ഇങ്ങനെ താഴത്തൂടെ വരാം. അതല്ലെങ്കിൽ ഇങ്ങനെ പോയിട്ട് ഈ മലയുടെ ബാക്കിലൂടെ കയറി ഈ വഴി ഇങ്ങനെ ഇറങ്ങാം. 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് കയറ്റം ഇപ്പോൾ കയറണ്ട, നമുക്ക് ഇറങ്ങി വരാം. നമുക്ക് ഈ വഴി പോയിട്ട് ഈ മലയുടെ ബാക്കിലേക്ക് പോയിട്ട് ആ മലയുടെ മുകളിലൂടെ കയറി ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി വരാം. മൊത്തം 2.5 കിലോമീറ്ററാണ്. 3848 അടിയുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ നല്ല കോടയുണ്ട്. നോക്കിയേ,
അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്ര ഇതിവിടെ അവസാനിക്കുകയാണ് റാണിപുരത്തിൻ്റെ മുകളിൽ. അപ്പോൾ വീഡിയോ കണ്ട് അഭിപ്രായം പറയണം, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, എന്നാലേ എനിക്ക് ആ തെറ്റ് തിരുത്തി അടുത്ത വീഡിയോ അത്രയ്ക്കും ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നേരുന്നുണ്ട്. എസ് പി ഇവിടെ നിർത്തുന്നു.